same gospel. To achieve your purpose. ഒരു വ്യക്തി തന്റെ കാര്യസാധ്യത്തിന് വേണ്ടി Just to achieve their purpose. മറ്റുള്ളവരെ തങ്ങിലേക്ക് ആകർഷിച്ച് Those enticing words അവരെ that you use. സത്യത്തിൽ നിന്ന് അകറ്റിയ When you deviate people അവരെ from the കൃപയിൽ നിന്ന് അകറ്റിയ when you deviate people from Christ, നിന്റെ വാക്കാണെങ്കിൽ അത് ദൈവസന്നിധിയിൽ പാപമാണ്. that is a sin in God's presence. അതിന്റെ അടുത്ത വാക്ക് The next verse. അല്ലെങ്കിൽ 1 Thessalonians 2:5 വാക്യം. 1 Thessalonians 2:5. അല്ലെങ്കിൽ മുഖസ്തുതി എന്നുള്ളതാണ് അടുത്ത വാക്ക്. Next is praising in gospel. ഫ്ലാറ്ററിംഗ് വേർഡ്സ് എന്നാണ്. Flattering words. എന്താണ് ഈ മുഖസ്തുതി? What is flattering? മുഖത്ത് നോക്കി സ്തുതി പറയും, ഹൃദയത്തിനകത്ത് കൈപ്പം വെച്ചിരിക്കും. You will speak one thing and have a different thought in heart. എനിക്ക് ചോദിച്ചതിനെ കണ്ടെടുത്ത് കണ്ടുകൂടാ. I am not liking that person. പക്ഷെ ചോദിച്ചാൽ കയറി വരും പറഞ്ഞേ, But as soon as he comes in, എത്ര നാളായി നോക്കി I ഇരിക്കുവല്ലോ, will be having a different. ഇങ്ങനെ ആരോഗ്യത്തോടൊക്കെ വെച്ചിരിക്കുന്നല്ലോ, God is keeping you safe. ഇപ്പോഴങ്ങോട്ട് അച്ഛന്റെ കാര്യം പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. I was just talking about you. എന്താ പറഞ്ഞു നിർത്തിയത് എനിക്ക് ദൈവത്തിന് അറിയുന്നു. It's different thing what I was talking about him. അങ്ങനെ ഹൃദയത്തിൽ കൈപ്പ് വെച്ചോണ്ട് മുഖത്ത് നോക്കി സ്തുതി പറയുന്നതിനാ മുഖസ്തുതി എന്ന് പറയുന്നത്. These are called flattering words. പൗലോസ് വേറൊരു ഭാഷ കൂടെ പറഞ്ഞു. In other words, Paul says. അത് ചക്കര വാക്കെന്നാ പറയുന്നത്. Those are words which are coated with sugar. അപ്പൊ ഇങ്ങനെയുള്ള വാക്കൊന്നും ദൈവത്തിന് ഇഷ്ടമൊന്നുമില്ല. God doesn't like these words. ശരിയാണെങ്കിൽ മുഖത്ത് നോക്കി ശരിയായിട്ട് പറയണം. If it is true, tell in the face. കുഞ്ഞെ നീ നന്നായിരിക്കുന്നു. Oh, dear child, you are good. നല്ല ദോഷമാണെങ്കിൽ If it is bad, ആ ദോഷം പറയുവാൻ മടിക്കരുത്. don't be hesitant to point it out. തെറ്റിനെ തെറ്റായും ശരിയെ ശരിയായി കാണുന്നവനാ ഭക്തൻ. It's a kind of God who point wrong things out. അല്ലെങ്കിൽ കാര്യസാധ്യത്തിന് മറ്റുള്ളവരുടെ ലാഭത്തിന് വേണ്ടി അത് ഉയർത്തി പറയേണ്ട കാര്യമൊന്നുമില്ല. Just to meet your purpose, do not say flattering words. ആരെ പുകഴ്ത്തി പറയേണ്ട കാര്യമില്ല. Don't have to insult anybody. മറ്റുള്ളവരെ പുകഴ്ത്തുമ്പോൾ ഓർത്തുകൊള്ളണം, അത് സത്യമായി നേരായിട്ട് പറയണം. When you insult somebody, remember that should be truth. മുഖസ്തുതി ദൈവത്തിന് ഇഷ്ടമല്ല. God doesn't like flattering words. അടുത്ത വാക്ക് അല്ലെങ്കിൽ കൗശല വാക്ക് എന്ന് പറയും, ഡിസെപ്റ്റീവ് വേർഡ്. Next verse is deceptive words. 2 Petrus 2:3 വാക്യത്തിലാണ് 2 Peter 2:3. അവിടെ പറയുന്നത് ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല വാക്ക്. Those are words, the deceptive words. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അല്ലെങ്കിൽ പണം കിട്ടാൻ വേണ്ടിയാണ്. That is to get some money. എന്ത് കൗശലം ഉപയോഗിക്കും. You could use any kind of wisdom to get that. ഇത് പ്രവാചകന്മാരിലാണ് കൂടുതൽ കാണുന്നത്. This is mostly seen in prophets. ആരെ ഒഴിവാക്കാൻ പാടില്ലല്ലോ. I shouldn't be lifting up anybody. കാരണം അല്ലെങ്കിൽ എല്ലാവർക്കും 3 നില കെട്ടിടം, Everyone needs a 3-story building. എല്ലാവർക്കും നല്ല കാറ്, Everyone needs a car. എല്ലാവരുടെ മക്കൾ ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, Everyone's children will be doctors. എല്ലാവരുടെ മക്കൾക്ക് ഫസ്റ്റ് റാങ്ക്. They will prophesy. Everyone will get first rank. ആ ഒരു റാങ്ക് ഉള്ളതാണ്. There is only first rank. സഭയുടെ എല്ലാ വീട്ടിലും കയറി പറഞ്ഞു, And he will go to everyone's house. എല്ലാവരുടെ മക്കൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നു. All your children will get first ranks. ആലോചിച്ച് നോക്കിയ ഗവൺമെന്റ് വരുന്ന ബുദ്ധിമുട്ട്. Just imagine if government is. ദൈവത്തിന് അറിയാം നമ്മുടെ ഭാവി എന്താണ്. God knows our future. ഭാവി പറയാനല്ല പ്രവാചകനെ ദൈവമാക്കിയിരിക്കുന്നത്. Prophet is not appointed to speak your future. പ്രവചനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രവചനം എന്താണെന്ന് പഠിക്കും. When you study about the prophecy, അല്ലെങ്കിൽ നമ്മുടെ കൃപയുടെ ഉറവിടം കണ്ടെത്തി പ്രവചിക്കുന്നവനാ പ്രവാചകൻ. he will come and understand your grace and prophesy. നാഥാൻ പറഞ്ഞതുപോലെ നീ ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്നവരെയാ ദൈവത്തിന് Like വേണ്ടത്. that man prophesied, you are that person. ഹല്ലേലൂയ. അനുഗ്രഹം ദൈവം നമുക്ക് തരുന്നതിനാണ് സ്തോത്രം. Thank God for the blessings he has given you. കർത്താവ് പറഞ്ഞില്ല എന്റെ പിന്നാലെ വരാൻ ഇതൊക്കെ തരാമെന്ന്. Jesus didn't say if you follow me I ഒരു will. ക്രൂശല്ലാതെ വേറൊന്നും സ്വർഗ്ഗം ഇതുവരെ പറഞ്ഞിട്ടില്ല. Jesus never promised anything other than a ക്രൂശ് cross. എടുത്തവർക്ക് എല്ലാം കൊടുക്കുന്ന ദൈവത്തിന് ഇന്ന് രാവിലെ ഞാൻ സ്തോത്രം ചെയ്യുക. Thank God for the blessings he has showered upon us. ദ്രവ്യാഗ്രഹത്താൽ പറയുന്ന കൗശല വാക്കുകളെ തിരിച്ചറിയണം. These are the deceptive words and you should understand those. ദൈവസഭയെ കൗശലം വാണിഭ വാക്കുകളുമായി മാറ്റല്ലേ. Do not try to deviate the church with those. ഇന്ന് രാവിലെ മറ്റുള്ളവരെ ചതിക്കുന്ന വാക്കുകൾ ആത്മാവിൽ അവസാനിപ്പിക്കണം. This morning we should put a stop to those deceptive words. പ്രസാദമുള്ള വാക്കുകൾ പറയണം. We should say words that is pleasing to God. യെരമ്യാവിന്റെ പ്രവചനം ഇഷ്ടപ്പെടാത്ത പശൂർ പ്രവാചകൻ അവനെ ചെകിടത്തടിക്കുന്നു. There are people who are trying to slam Jeremiah because they didn't like his prophesy. എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന പ്രവാചകന്മാർ എല്ലാം പറഞ്ഞത് ഒത്തുവരുന്നു. All these prophets had said one thing, നീ പറയുന്നത് അതുപോലെ ഒത്തുവരണം. but you, the way you should prophesy should be like this. സ്വർഗം പറഞ്ഞല്ല, ഞാൻ വേറൊന്നും പറയത്തില്ല. Jeremiah said, I will prophesy only like my heaven walls. അവൻ പറയുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. He says, thus the Lord proclaims. അതിനകത്ത് മാനുഷിക ചിന്തയില്ല, There is no human thought, അതിനകത്ത് മാനുഷിക വാക്കില്ല. there is no human word. സ്വർഗം പറയുന്നത് മാത്രം പറയണം. I will only say things that the heaven has commanded. അതൊക്കെ കൗശല വാക്കുകളാണ്. Nothing else is deceptive words. അതൊക്കെ തകർത്ത് കളയുന്ന വാക്കുകളാണ്. Nothing else will destroy you. ദൈവം പ്രസാദിക്കുന്നില്ല അതിൽ. God will not be pleased. അടുത്ത വാക്ക് The next word. യോഹന്നാൻ 3 യോഹന്നാൻ അതിന്റെ 9 10 വാക്യം. 3 John 9 and 10. അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, അവൻ ഞങ്ങളെ ദുർവാക്ക് പറയുന്നെന്ന് സഭയ്ക്ക് ഞാനൊന്ന് എഴുതിയിരുന്നു. I had written one thing to the church. എങ്കിലും നിങ്ങളുടെ പ്രധാനിയാകുവാൻ ആഗ്രഹിക്കുന്ന ദിയോത്രഫോസ് ഞങ്ങളെ കൂട്ടാക്കുന്നില്ല. And the person he is not receiving us. അതുകൊണ്ട് ഞങ്ങൾ
കഴിഞ്ഞാൽ അവൻ ഞങ്ങൾക്ക് നേരെ പറഞ്ഞ ദുർവാക്ക്. Then if we come, he will have malicious words against us. ഇത് ദുർവാക്കാ. This is malicious എന്താണ് word. ഈ ദുർവാക്ക് എന്ന് പറഞ്ഞാൽ? What is malicious ഒരു word? കാരണമില്ലാതെ Without any reason. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു, If someone says anything, അവരുടെ കൂടെ നിന്ന് നമ്മളും പറഞ്ഞു, and we try to join them, അവസാനം വേറെ ആളോട് പറഞ്ഞു, and then we spread that word. ഇനി പറയുന്ന വാക്കിന് ഈ ശകലം വ്യത്യാസമുണ്ട് ഇതിന്. There is a difference ഒരു മനുഷ്യനെ കുറിച്ച് about a person. വെറുതെ ഓരോന്ന് പറഞ്ഞാൽ അതിനെ ദുർവാക്കെന്നാ പറയുന്നത്. Create a story about a person which is not true. അങ്ങനെ 4 വാക്ക് പറഞ്ഞാൽ ഇവൻ പ്രധാനിയാവുമെന്ന് അവന്റെ വിചാരം. They think that if you talk about him, then he will receive more importance. നീ അത് നിമിത്തം പരസ്യ കോലമാകുകയാണ്. But you are going to be ridiculed because ഒരു of that. നന്മയും ഉണ്ടാകാൻ പോകുന്നില്ല. There is not going to be any blessing. കുടുംബത്തിലായാലും സഭയിലായാലും ജോലിയിലായാലും ദേശത്താണെങ്കിലും It might be your job place, the church, and your family. ആരെ കുറിച്ചെങ്കിലും വേദന വരുത്തുന്ന വാക്ക് പറഞ്ഞാൽ അത് നിമിത്തം ഒരു നന്മയും ഉണ്ടാകുന്നില്ല. When you create words which are hurting some people, it will not bless you. ആരെങ്കിലും അങ്ങനെ പറയാൻ നിങ്ങളുടെ അടുക്ക വന്നാൽ If someone comes up, approaches you with that, സഹോദരൻ നിനക്ക് അതിന്റെ സത്യം അറിയാമെന്ന് ചോദിക്കണം. you should ask them, do you know the truth, ആ brother? നാട്ടിൽ അറിയാം അവന്റെ ജീവിത രീതിയെ കുറിച്ച്. Because his tongue, we will know his lifestyle. വിശദീകരിക്കാൻ സമയമില്ലല്ലോ. I don't have time to explain. അടുത്ത വാക്യം പ്രോവർബ് 10:19 Proverbs chapter 10, verse number 19. പ്രോവർബ് 10:19 Proverbs chapter 10, verse number 19. വാക്കുകൾ പെരുകുന്ന എക്സസ് വേർഡ്സ്, Excess words. അതിഭാഷണം എന്ന് പറയും. It's called excess words. താഴ്ത്തി പറഞ്ഞാൽ അധിക പ്രസംഗം നമ്മുടെ ഭാഷ പറയും. In our words, speaking excessively. 2 പേര് സ്നാനപ്പെട്ട പറയും 50 പേര് പെട്ടെന്ന് പറയും. If 2 people got baptized, you will say 50 people got baptized. 500 പേര് കൂടിയാൽ പറയും 5000 പേര് കൂടി മീറ്റിംഗ് ആണെന്ന് പറയും. If 500 people came for the meeting, you will say 5000 came. പല മിനിസ്ട്രികളും തകരുന്നതിന്റെ കാരണം ഈ അതിഭാഷണമാണ്. This exaggeration causes demolition of many ministries. വാസികരൊക്കെ പബ്ലിഷ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കണം. You should read the magazines that come out. ഈ വരുന്ന മലയാളം പേപ്പറൊക്കെ നടക്കുന്നത് വായിച്ചു You നോക്കണം. should read the Malayalam papers. ഞാൻ വല്ലപ്പോഴൊക്കെ വായിക്കാറുണ്ട്. Sometimes I read those. എന്തൊക്കെയാണ് അത് എഴുതി പിടിപ്പിക്കുന്നറിയോ? You would be surprised when you read those. ആകാശത്തിന് കീഴിലാത്ത കാര്യങ്ങളൊക്കെ എഴുതി There പിടിപ്പിക്കുന്നത്. are things which are not true at all. എന്നിട്ട് തല്ലുകൊള്ളുന്ന പാവപ്പെട്ട ദൈവദാസന്മാർ. But the poor servants of God, they get hit. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കണക്കെടുത്ത് നോക്കി. Last time I took account. ഇന്ത്യയിലുള്ള ഏതാണ്ട് 3600 സംഘടനകളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തപ്പോൾ There was a statistics about 3,600 organizations. ഇന്ത്യയിലിരിക്കുന്ന 10ാം തലമുറ വരെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആവശ്യം പ്രാപിച്ചു. And the 10th generation went and saved and had baptized. എല്ലാവരുടെ കണക്കനുസരിച്ച് മില്യൺസ് വർഷം തോറും രക്ഷിക്കപ്പെടുന്നത്. They are saying out millions are getting saved every year. പിന്നെ പൈസ ചോദിക്കുമ്പോൾ ഇപ്പോഴും 2% ഉള്ളൂ, ഇപ്പോഴും 3% ഉള്ളതാ പറയുന്നത്. And they are saying only 2% are Christians, 2% are ഇതിനെ സ്വർഗം പറയുന്നത് എക്സസ് വേർഡ്സ് എന്നാണ്. This the heaven is saying these are excessive words. സാക്ഷ്യം പറയാൻ സമയം കൊടുത്താൽ When you give time for testimony. ഒരാളെ കൊന്ന കാര്യമൊക്കെ എക്സ്പ്ലെയിൻ പറയുന്നത് കേട്ട് കഴിഞ്ഞ് നമ്മുടെ പിള്ളേരൊക്കെ എക്സൈറ്റഡ് ആയി പോകും. Young men will be excited hearing someone's അയ്യോ testimony. ഇങ്ങനൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്ത് അവർ വിഷമിക്കുന്ന കാണാം. They will be repenting, regretting why they couldn't do this thing. ഈയിടെയുള്ള സാക്ഷ്യം ഞങ്ങളുടെ ജയിലിൽ ചാടിയ വിധങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു. One time a person was explaining how he landed himself in the jail. Came out of the jail. How he came out of the jail. ജയിലൊക്കെ തുറന്ന് He made a hole in the jail. അതിനുള്ള ഫെസിലിറ്റി ഒക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അതിനകത്തുനിന്ന് പോയി കണ്ടാൽ നമുക്കൊന്ന് ആഗ്രഹം തോന്നിപ്പോകും. And we will be enticed by listening to that. ഇങ്ങനെ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് അവരൊന്നും അകത്ത് പോകാത്തത്. You praying that I want to go inside. ഇതൊക്കെ അതിഭാഷണം എന്നാ പറയുന്നത്. These are called excessive words. സ്വർഗ്ഗം എന്നെ വിടുവിച്ചെന്ന് ഒറ്റ വാക്കിൽ മനസ്സിലാകാത്ത ഒരു കൃപയുമില്ല ലോകത്തിൽ. You only have to say that heaven has delivered me. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെയല്ല കുരുടന്റെ സാക്ഷ്യമാ. ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു, ഇപ്പൊ കാണുന്നു. One time I was blind, but I see now. കഴിഞ്ഞ 40 വർഷം എന്തെല്ലാം കണ്ടില്ലെന്ന് എനിക്ക് പറയണ്ട. I am not regretting over what I എന്നാൽ did കഴിഞ്ഞ not 40 see. വർഷം കാണാത്തതിന് ഒറ്റ പകൽ കാലം കൊണ്ട് എന്റെ കണ്ണ് തുറന്ന് കാണിക്കുന്ന ദൈവത്തിന് സ്തോത്രം. I thank God for the God. He has opened my eyes. Once I was in the darkness, now I am able to see, and I could see whatever I couldn't see the past years and months. Hallelujah. ഇന്ന് രാവിലെ അത് ആവർത്തനം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. Praise God for the blessing He has given us. അതിഭാഷണമൊക്കെ ദൈവത്തിന് ഇഷ്ടമല്ല. God doesn't like exaggeration. അടുത്തതായി ഒരു നല്ലൊരു വാക്കുകളുണ്ട് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത. The next word that God doesn't like. വായിച്ചാട്ടെ സദൃശ്യം 10:18. Proverbs 10:18. 10:18 വാക്യം. ആ ഏഷണി, Lying lips. ഹല്ലേലൂയ. എന്താണ് ഈ സാധനം? Utter the slander. ബാക്ക് ബൈറ്റിംഗ് എന്നതിന്റെ പേര്. It's called backbiting. ആ പുറകിലൊന്നും കടിക്കത്തില്ലേ? They will come behind you and bite you. നമ്മൾ പോലും അറിയത്തില്ല, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക. You would never know what happened. They are able to make story. They will create a story. ഒന്നുമില്ലാത്തതിനെ കഥ They ഉണ്ടാക്കുണ്ടാക്കും. create a thing that is not true at all. ഏഷണി ദൈവം വെറുക്കുന്നു. And God doesn't like slander. ദൈവസഭയിൽ ആരും ഏഷണി പറയരുത്. We should not slander at all. അതുകൊണ്ടാണ് വചനം പറയുന്നത് പരദൂഷണം പറയരുതെന്ന് ന്യായപ്രമാണം നൽകുന്നത്. There is a commandment not to slander. ദൈവം അവനെ വെറുക്കുന്ന വചനം പറയുന്നത്. God hates people who slander. ഞാൻ പറഞ്ഞത് റിവൈവൽ പ്രസംഗമൊന്നുമല്ല, റിപ്പന്റൻസിന് വേണ്ടിയുള്ള പ്രസംഗമാണ്. And this is not a revival ഞാൻ message. പ്രാർത്ഥിച്ചത് ദൈവം കേട്ടെന്ന് എനിക്ക് ഉറപ്പുന്നില്ല.